വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ യുവതി അക്യൂപങ്ചർ ചികിത്സയെ തുടർന്ന് മരിക്കാനിടയായ സംഭവത്തിൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസും ആരോഗ്യവകുപ്പും. അടക്കത്തുവാഴയിൽ ഹാജിറയ്ക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വനിതാ പങ്ചറിസ്റ്റ് ചികിത്സ തുടർന്നാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. രോഗം മൂർച്ഛിച്ചപ്പോഴും വെള്ളവും അത്തിപ്പഴവുമായി ആയിരുന്നു ഭക്ഷണം നിർദ്ദേശിച്ചത്. രോഗം ബാധിച്ച ഇടങ്ങളിൽ പഴുപ്പ് പൊട്ടിയൊലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് രോഗിയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവായി തന്നെ കാണണം. ഇത്തരത്തിലുള്ള ശാസ്ത്രീയ ചികിത്സകൾക്ക് പോകുന്നവർക്കും ഇതൊരു പാഠമാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം രോഗങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ മെഡിക്കൽ സയൻസിലുമൊന്നും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ല. അവർക്ക് അത് ചെയ്യാനുള്ള ശാസ്ത്രീയ പരിചയമില്ല എന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരം ഒരുപാട് ചികിത്സാലയങ്ങൾ നാടെമ്പാടുമുണ്ട്. അനീഷ്, ഇതിപ്പോൾ വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഇതെന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ ആരോപിക്കുന്ന കാര്യം? ഒപ്പം ഈ പ്രശ്നങ്ങൾ മൂർച്ഛിച്ചിട്ടും അസുഖം വല്ലാതെ കൂടിയിട്ടും ഇവരെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ചികിത്സ തുടർന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദാരുണമായി സംഭവം ഉണ്ടായിരിക്കുന്നത്. അർബുദ രോഗബാധിതയായ യുവതിയായിരുന്നു ഇവർക്ക് ഈ അക്യുപങ്ചർ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആ ചികിത്സ നൽകുന്നു. ആ ചികിത്സയിലൂടെ വലിയ തോതിൽ രോഗശാന്തി ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഈ ചികിത്സകയായ കുറ്റ്യാടി സ്വദേശിനിയായ ഫെമിന പറഞ്ഞത്. ഈ പലപ്പോഴും ഈ സ്തനാർബുദം സ്ഥിരീകരിച്ച ശേഷം കടുത്ത വേദനയൊക്കെ അനുഭവപ്പെടുമ്പോഴും ഈ മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ കടുത്ത വേദന അനുഭവപ്പെടുന്നത്. ഒപ്പം ഈ സൂര്യപ്രകാശം കൊള്ളിച്ചൊക്കെ ഇരുന്നാൽ ഈ അസുഖത്തിൽ നിന്നും മോചിതയാവാം. ഒപ്പം ഈ ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ പിന്നീട് അത് ശരീരത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം ദോഷകരമാക്കും. പിന്നീട് ഒരു തരത്തിലുമുള്ള ചികിത്സകൾ ഫലിക്കാതെ വരും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ യുവതിയോട് ഈ അക്യുപങ്ചർ ചികിത്സക പറയുന്ന ഓഡിയോ സന്ദേശമടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ യുവതി ഒരുപക്ഷെ ഈ കടുത്ത വേദന അനുഭവപ്പെടുമ്പോൾ ഈ സഹതാപപൂർണമായ ഇടപെടുന്ന ആ ചികിത്സകയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോയി എന്നതാണ് നമുക്ക് ഈ ഓഡിയോ സന്ദേശങ്ങളിൽ വ്യക്തമാവുന്നത്. എന്തായാലും രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഏതാണ്ട് 4ാമത്തെ സ്റ്റേജ് എത്തിയപ്പോഴാണ് പിന്നീട് ഒരു അങ്ങേയറ്റം മൂർച്ഛിച്ച വിവരം കുടുംബം തന്നെ അറിയുന്നത്. ഇതേ തുടർന്ന് ബംഗളൂരുവിലൊക്കെ അടക്കം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയെങ്കിൽ പോലും മടങ്ങിയെത്താനാവാത്ത വിധം അവരുടെ ശാരീരിക സ്ഥിതി അങ്ങേയറ്റം ദുർബലമാവുകയും മരണപ്പെടുകയുമായിരുന്നു. രോഗം അങ്ങേയറ്റം ഗുരുതരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ഈ അത്തിപ്പഴം കഴിക്കുക, വെള്ളം മാത്രം കുടിക്കുക എന്നിങ്ങനെയുള്ള പ്രാകൃതമായ രീതിയിലേക്ക് ഇവരെ തള്ളിവിട്ടവരുടെ ശാരീരിക സ്ഥിതി അങ്ങേയറ്റം ദോഷകരമാവുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഈ അക്യുപങ്ചറിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർബുദം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഒരുപാട് ചികിത്സകൾ ലഭ്യമാക്കുന്ന ഒരു കാലമാണ്. പലപ്പോഴും ഈ ആദ്യഘട്ടത്തിലും മറ്റുമൊക്കെ ക്യാൻസർ ബാധിച്ചാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു ചികിത്സയുടെ പേരിൽ ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടമാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബം കുറ്റ്യാടി പോലീസിലും ആരോഗ്യവകുപ്പിനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണവും നടപടികളും ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അശാസ്ത്രീയ ചികിത്സയിൽ അക്യുപങ്ചർ ചികിത്സയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഒരു യുവതിക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗുരുതര ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അക്യുപങ്ചർ ചികിത്സ ജീവനെടുത്തു എന്നുള്ള സാഹചര്യം സംഭവിച്ചത് നമ്മുടെ സംസ്ഥാനത്താണ് എന്നുള്ളതും ഗൗരവതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ തിരുവനന്തപുരം